ഗസയിൽ നടക്കുന്നത് കൂട്ട വംശഹത്യയാണ്. മദ്രാസ് IIT ബിരുദദാന ചടങ്ങിനിടെയും പ്രതിഷേധ ശബ്ദങ്ങൾ ഉയർന്നു കഴിഞ്ഞു. ഗവർണറുടെ പുരസ്കാരത്തിന് അർഹനായ ധനഞ്ജയ് ബാലകൃഷ്ണൻ എന്ന വിദ്യാർത്ഥിയാണ് ഗസയിൽ നടക്കുന്ന വംശഹത്യക്കെതിരെ പ്രതിഷേധമുയർത്തിയത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ ധനഞ്ജയ് പഠനത്തിലും പാഠ്യേതര പ്രവർത്തനത്തിലുമുള്ള ഓൾറൗണ്ട് പ്രകടനത്തിനാണ് പുരസ്കാരം നേടിയത്. ഇത്തരമൊരു പരിപാടിയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കുന്നില്ലെങ്കിൽ അത് അനീതിയാകുമെന്ന് പറഞ്ഞാണ് ധനഞ്ജയ് പ്രസംഗം ആരംഭിച്ചത്. വെറുതെ പറയാൻ വേണ്ടി മാത്രമല്ല, ഇത് പ്രവർത്തിക്കാനുള്ള ആഹ്വാനമാണ്. ഫലസ്തീനിൽ കൂട്ട വംശഹത്യയാണ് നടക്കുന്നത്. വലിയ തോതിൽ ആളുകൾ മരിക്കുന്നു. ഇതിനൊരു അവസാനം കാണുന്നില്ല. നമ്മൾ എന്തിന് ഇതിനെക്കുറിച്ച് ചിന്തിക്കണമെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ശാസ്ത്രം, സാങ്കേതിക വിദ്യ, എഞ്ചിനീയറിംഗ്, കണക്ക് എന്നിവയെല്ലാം ഇസ്രയേൽ പോലുള്ള സാമ്രാജ്യത്വ ശക്തികളുടെ ഗൂഢലക്ഷ്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ചരിത്രപരമായി ഉപയോഗിച്ചു എന്നതാണ് അതിന് കാരണം. ധനഞ്ജയ് പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്. യുദ്ധത്തിൽ സാങ്കേതിക ഭീമന്മാരുടെ പങ്കിനെ കുറിച്ചും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ എന്ന നിലയിൽ ടെക് ഭീമന്മാരുടെ ഉയർന്ന ജോലികൾ ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. വലിയ ആനുകൂല്യങ്ങളും മറ്റുമാണ് അവർ വാഗ്ദാനം ചെയ്യുക. ഈ ടെക് ഭീമന്മാരാണ് നമ്മുടെ ജീവിതത്തിന്റെ വിവിധ വശങ്ങൾ നിയന്ത്രിക്കുന്നതെന്ന് മറ്റാരേക്കാളും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഈ അഭിമാനകരമായ പല കമ്പനികളും നേരിട്ടും അല്ലാതെയും ഫലസ്തീനെതിരായ യുദ്ധത്തിൽ പങ്കാളിയാണ്. ജനങ്ങളെ കൊല്ലാനുള്ള സാങ്കേതിക വിദ്യ അടക്കം അവർ ഇസ്രായേലിന് നൽകുന്നുവെന്നും ധനഞ്ജയ് വ്യക്തമാക്കി. ഇതിന് എളുപ്പത്തിലുള്ള പരിഹാരമില്ല. കൂടാതെ എൻ്റെ അടുത്ത് ഇതിനുള്ള എല്ലാ ഉത്തരവുമില്ല. എന്നാൽ നാം ചെയ്യുന്ന ജോലിയുടെ അനന്തര ഫലങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് ഒരു എഞ്ചിനീയർ എന്ന നിലയിൽ എനിക്കറിയാം. അധികാര അസന്തുലിതാവസ്ഥയുടെ ഈ സങ്കീർണ സംവിധാനത്തിൽ നമ്മുടെ സ്ഥാനം ചോദ്യം ചെയ്യുക എന്നത് നമ്മുടെ കടമയാണ്. ജാതി, വർഗം, മതം, ലിംഗഭേദം എന്നിവയുടെ അടിസ്ഥാനത്തിൽ അടിച്ചമർത്തപ്പെട്ടവരെ മോചിപ്പിക്കാൻ നമുക്ക് എന്ത് ചെയ്യാനാകുമെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് ഈ അവബോധം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കൂടുതൽ ഉൾപ്പെടുത്താൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരിക്കലും അവസാനിക്കാത്ത ദുരിതങ്ങളുടെ ചക്രം അവസാനിപ്പിക്കാനുള്ള ആദ്യ പടിയാണിത്, ധനഞ്ജയ് കൂട്ടിച്ചേർത്തു. ജനങ്ങളെ ദുരിതത്തിൽ നിന്ന് കരകയറ്റാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ അദ്ദേഹം തന്റെ സഹപാഠികളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. താൻ പോകാൻ ആഗ്രഹിക്കുന്നിടത്തേക്ക് തന്നെ കൊണ്ടുപോകാൻ ഭീമന്മാരുടെ തോളിൽ നിൽക്കുകയാണെന്ന് ഐസക് ന്യൂട്ടൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. മഹത്തായ ഇന്ത്യൻ ജനതയുടെ മഹാമനസ്കതയുള്ള ചുമലിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഇവിടെയുണ്ടെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓരോ വ്യക്തിയെയും അവരവരുടെ ദുരിതത്തിൽ നിന്ന് കരകയറ്റാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. കുറ്റകൃത്യത്തിൽ പങ്കാളിയാകുന്നതിന് തുല്യമാണ് നിഷ്ക്രിയത്വം. നിങ്ങൾക്കും എനിക്കും നമുക്കെല്ലാവർക്കും ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്, അത് എത്ര കഠിനമാണെങ്കിലും, ധനഞ്ജയ് വ്യക്തമാക്കി. നിറഞ്ഞ കയ്യടിയോടെയാണ് അദ്ദേഹത്തിന്റെ ഈ പ്രസംഗത്തെ സദസ്സ് സ്വീകരിച്ചത്. മദ്രാസ് IITയുടെ 61ാമത് ബിരുദദാന ചടങ്ങാണ് വെള്ളിയാഴ്ച നടന്നത്. ചടങ്ങിൽ 444 ഗവേഷകർ ഉൾപ്പെടെ 2636 വിദ്യാർത്ഥികൾക്കാണ് ഡിഗ്രി സമ്മാനിച്ചത്. നൊബേൽ സമ്മാന ജേതാവ് ബ്രയാൻ കൊബ്ലിക്കി ആയിരുന്നു ചടങ്ങിലെ വിശിഷ്ടാതിഥി. ധനഞ്ജയിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട്. ഗസയ്ക്കെതിരായ യുദ്ധത്തിന്റെ തുടക്കം മുതൽ ഇന്ത്യൻ സർവകലാശാലകൾ ഇസ്രയേലി കോളേജുകളുമായും ആയുധ കമ്പനികളുമായുള്ള ബന്ധം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് കഴിഞ്ഞ ആഴ്ച റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. റോബോട്ടിക്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ മേഖലയിലാണ് ഇന്ത്യൻ സർവകലാശാലകൾ ഇസ്രയേലുമായി പങ്കാളിത്തം വർദ്ധിപ്പിച്ചത്. ഇസ്രയേലിലേക്ക് ആയുധം കയറ്റുമതി ചെയ്തെന്ന് ആരോപിക്കപ്പെടുന്ന കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള മ്യൂണിക്കേഷൻസ് ഇന്ത്യ ലിമിറ്റഡ് കമ്പനി വെടിമരുന്ന് ഷെല്ലുകൾ വികസിപ്പിക്കാൻ മദ്രാസ് IITയുമായി സഹകരിക്കുമെന്ന് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ പ്രഖ്യാപിച്ചിരുന്നു. ഇതുകൂടാതെ മദ്രാസ് IITക്ക് ടെൽ-അവീവ് സർവകലാശാലയുമായി തന്ത്രപരമായ പങ്കാളിത്തം തന്നെയുണ്ട്. ഈ സാഹചര്യത്തിലാണ് ധനഞ്ജയിന്റെ ഫലസ്തീൻ ഐക്യദാർഢ്യ പ്രസംഗം സാമൂഹിക മാധ്യമങ്ങൾ ഏറ്റെടുത്തത്.